Welcome to the video on fluid mechanics and hydraulics. Last videos നമ്മൾ rectangular notch ന്റെ discharge equation derive ചെയ്യുന്നത് കണ്ടു. Q equal to 2 by 3 CD root 2G L H raised to 3 by 2. Velocity of approach consider ചെയ്യുമ്പോൾ equation ന്റെ മാറ്റം എങ്ങനെയാണെന്ന് കണ്ടു. 2 by 3 CD root 2G L into H plus HA power 3 by 2 minus HA power 3 by 2 കണ്ടു. M contractions consider ചെയ്യുമ്പോൾ length, effective length മാറുന്നത് L minus 0.1 NH ആണെന്ന് മനസ്സിലാക്കി. വീണ്ടും velocity of approach and end contractions രണ്ടും യൂസ് ചെയ്യുമ്പോൾ equation change കണ്ടു. Finally, Francis formula Q equal to 1.84 LH raised to 3 by 2 കണ്ടു. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ആണ് റെക്ടാങ്കുലർ നോച്ച് ഓർ വെയറിൽ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രയാങ്കുലർ നോച്ച് ഓർ വെയർ ആണ് നോക്കാൻ പോകുന്നത്. So let us consider a triangular notch or wear as shown in figure. ഇതൊരു ട്രയാങ്കുലർ നോച്ച് ആണ്, ഒരു തിൻ പ്ലേറ്റ് ആണ് നമ്മൾ ചാനലിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനലിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ട്രയാങ്കുലർ നോച്ചിന്റെ സില്ലിലേക്കൂടെ വാട്ടർ ലെവലിനനുസരിച്ച് വാട്ടർ ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് us ടേക്ക് എ വി നോച്ച്. ഓക്കെ, ആൻഡ് വി നോച്ചിൽ എച്ച് എന്ന ഹൈറ്റിൽ വാട്ടർ ഹെഡ് ഉണ്ട്. സോ എച്ച് ഈസ് ഈക്വൽ ടു ഹെഡ് ഓഫ് വാട്ടർ എബവ് നോച്ച്. അപ്പൊ ഇവിടെ ലെങ്ത് ഇല്ല, നമ്മളെ റെക്ടാങ്കുലർ നോച്ച് പോലെ ലെങ്ത് ഇല്ല. പകരം നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഇത് ആംഗിൾ ഓഫ് ദി അപ്പെക്സ് ഓഫ് ദി നോച്ച് ആണ്. സോ ലെറ്റ് ദാറ്റ് ആംഗിൾ ഓഫ് ദ നോച്ച് ബി തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് നോച്ച്. അപ്പൊ ഇവിടെ നാപ്പി ഓഫ് വാട്ടർ, ഈ വി നോച്ചിലേക്കൂടെ പുറത്തേക്ക് വരുന്ന നാപ്പി ഓഫ് വാട്ടർ ഏത് ഷേപ്പിലായിരിക്കും? ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. അപ്പൊ ഫുൾ നാപ്പി കൺസിഡർ ചെയ്യുന്നതിന് പകരം ലെറ്റ് us consider a small strip ACB of thickness DH which is at a distance h from free surface. Free surface ന്ന് h ഡിസ്റ്റൻസ് താഴെയിൽ നമ്മളൊരു ചെറിയൊരു സ്ട്രിപ്പ്, ആ വാട്ടർ സ്ട്രിപ്പ് എടുക്കുകയാണ്. ആ സ്ട്രിപ്പിന്റെ തിക്നെസ് എത്രയാണ്? DH ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. ഈ ഒരു സ്ട്രിപ്പിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചെറിയൊരു ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. വിച്ച് ട്രയാങ്കിൾ മീൻസ് ട്രയാങ്കിൾ ACO. ഓക്കെ, ഫോർ കൺസിഡറിങ് ദിസ് ഫുൾ സ്ട്രിപ്പ്, ഈ സ്ട്രിപ്പിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്ക് റെക്ടാങ്കുലർ ചാനൽ നമ്മൾ ആദ്യം ചെയ്യുമ്പം ഏരിയ ഈക്വൽ ടു L ഇൻറ്റു ബി നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പിന്റെ ലെങ്ത് ആദ്യം അറിയണം. ലെങ്ത് ഇൻറ്റു DH ആണ് ഈ ഏരിയ. അപ്പൊ ഈ സ്ട്രിപ്പിന്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ എടുക്കാൻ വേണം. ട്രയാങ്കിൾ ACO. ഓക്കെ, അപ്പൊ ആദ്യം ആ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. So let us take this triangle like this. Okay, ACO എന്നുള്ള ഈ ട്രയാങ്കിൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. So what will be this angle? ഈ ആംഗിൾ എത്രയ്ക്ക്? ഈ ഫുൾ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ബൈ 2. So what will be tan theta by 2? Tan theta by 2 is equal to opposite side by adjacent side ആണ് അല്ലേ? So what is opposite side? Opposite side is ഈ ആംഗിളിന്റെ opposite side AC divided by adjacent side എന്താണ്? OC. Okay, അപ്പോൾ tan theta is equal to AC by OC. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? AC is equal to OC into tan theta by 2. OC into tan theta by 2. കാരണം എനിക്ക് AC കിട്ടിക്കഴിഞ്ഞാൽ 2AC is equal to AB എന്ന് പറയാം. അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? AC is equal to OC tan theta by 2 എന്ന് എടുക്കുന്നത്. ഞാൻ വാട്ട് ഈസ് OC? OC എന്ന് പറയുന്നത് ദേ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതാ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് h ആണ്. ഫ്രീ സർഫേസിൽ നിന്ന് C വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ h ആണ്. സോ വാട്ട് വിൽ ബി OC? OC വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ H മൈനസ് H ആയിരിക്കൂലേ? ഓക്കെ, അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു H മൈനസ് H ഇൻറ്റു tan theta by 2. അപ്പം AC H മൈനസ് H ഇൻറ്റു tan theta by 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ AB എന്തായിരിക്കും? AB ഈസ് ഈക്വൽ ടു 2AC. കാരണം എന്താ? നമുക്കിതൊരു സിമിലർ ട്രയാങ്കിൾ ആണ്. ഹൂസ് ആംഗിൾ ഈസ് തീറ്റ ബൈ 2. ബോത്ത് രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾ തീറ്റ ബൈ 2 ആണ്. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ AC തന്നെയായിരിക്കും എന്ത്? CB. Therefore AB ഈസ് ഈക്വൽ ടു
2AC എന്ന് എടുക്കാം. അപ്പോൾ AB is equal to 2AC. This is equal to 2 into H minus H into tan theta by 2. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിപ്പ് ആയല്ലോ, ലെങ്ത് ഓഫ് ദി സ്ട്രിപ്പ് ആയി, നമ്മൾ എടുക്കാൻ പോകുന്ന സ്ട്രിപ്പിന്റെ ലെങ്ത് ആയി. അതേപോലെ തിക്നെസ് എന്താണെന്ന് അറിയാം, DH ആണെന്ന് അറിയാം. ഓക്കെ, therefore what is the area of the strip? Area of the strip is equal to L into DH. So this will be equal to 2 into H minus H into tan theta by 2 into DH. Okay, let this be equation 1. Now what is the theoretical velocity? Theoretical velocity എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ theoretical velocity is equal to root of 2gh. Let this be equation 2. അപ്പം നമുക്ക് ഏരിയയും കിട്ടി, വെലോസിറ്റിയും കിട്ടി. ഇനി ഡിസ്ചാർജിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ ഡിസ്ചാർജ് Q is equal to ഏതിൻ്റെയാണ്? നമുക്ക് ഈ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് ആണ്, ഡിസ്ചാർജ് ഓഫ് സ്ട്രിപ്പ്. സോ dq is equal to dA into velocity, right? So this will be equal to actual discharge ആണെങ്കിൽ coefficient of discharge CD into 2 into H minus H into tan theta by 2 into DH into root of 2gh. ഇതാണ് എന്ത്? നമ്മുടെ ഡിസ്ചാർജ് ഓഫ് എ സ്മോൾ സ്ട്രിപ്പ് AB. ഇതിനൊന്നും കൂടി നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ 2 into CD into H minus H into tan theta by 2 into root of 2gh into DH എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഫോർ ദ എൻറ്റയർ സ്ട്രിപ്പ്, എൻറ്റയർ നാപ്പി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ ത്രൂ ഔട്ട് ദ നോച്ച് വാട്ട് ഈസ് ദ ഡിസ്ചാർജ്? ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് DQ. So total discharge DQ will be starting from the sill level to topmost water level. So 0 to H. So integral 0 to H 2 into CD into H minus H into tan theta by 2 into root of 2gh into DH. ഇതിലപ്പോൾ കോമൺ ടേംസ് ഒക്കെ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കോൺസ്റ്റന്റ് ടേംസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2 into CD into കോൺസ്റ്റന്റ് ടേം ആയ tan theta by 2 into root 2g, ഇത്രയും കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുക്കാം, into integral 0 to H minus H into root h ഉണ്ട്, അതാണ് ഞാൻ h raised to half into dh എന്ന് എടുക്കുന്നു. Okay, again simplifying this one, this can be written as this is equal to 2 into CD into tan theta by 2 into root 2g. ഇതിങ്ങനെ തന്നെ വെച്ചു. ബാക്കിയുള്ളതാണ് മാറ്റാൻ പോകുന്നത്. 0 integral 0 to h bracket open ചെയ്യാം. So h into h raised to half minus h into h raised to half എന്തായിരിക്കും? h raised to 3 by 2 ആയിരിക്കും into dh. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഇൻ്റഗ്രൽ h into h raised to half ഇൻ്റഗ്രൽ h raised to 3 by 2 രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ആൻസർ ഈസ് ഈക്വൽ 2 into CD into tan theta by 2 into root 2g. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക what is h into integral h raised to half. So h raised to half plus 1 integral h raised to half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h raised to half plus 1 ആണ്. So h raised to 3 by 2 divided by 3 by 2 എന്ന് വരും. അപ്പോൾ നമുക്കത് അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So this will be equal to h into h raised to 3 by 2 divided by 3 by 2. Okay, minus what is integral h raised to 3 by 2? That is integral h raised to 3 by 2 plus 1 divided by this is 5 by 2, right? So divide by 5 by 2 എന്ന് വരും. അപ്പോൾ അതും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So minus h raised to 5 by 2 by 5 by 2 from the limit 0 to h. അപ്പോൾ ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല, നമുക്കിത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വൺ വി വിൽ ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 2 into CD into tan theta by 2 into root 2g into
h into h raised to 3 by 2 ക്യാപിറ്റൽ h തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? h raised to 5 by 2 കിട്ടും. ഈ 3 by 2 നമ്മൾ 2 മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 by 3 കിട്ടും. ഓക്കെ, മൈനസ് അഗെയിൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒന്ന് റെസിപ്രോക്കൽ എടുത്ത 2 by 5 എന്ന് കിട്ടും. h raised to 5 by 2 പകരം എന്ത് കൊടുക്കാം? h raised to 5 by 2 എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ h raised to 5 by 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി again simplifying this one, this will be equal to 2 cd into tan theta by 2 into root 2g tan h raised to 5 by 2 minus 6h raised to 5 by 2 whole divided by 15 എന്ന് വരും. Okay, 10 minus 6 is 4, 4 into 2 is 8, so the final answer will be 8 by 15. Q is equal to 8 by 15 CD into tan theta by 2 into root 2g into h raised to 5 by 2. ഇതാണ് discharge through a triangular notch or where Q is equal to 8 by 15 CD into tan theta by 2 into root 2g into h raised to 5 by 2. നമ്മൾ 2 by 3 പകരം ഇവിടെ 8 by 15 ആയി. ഓക്കെ, അതേപോലെ 3 by 2 പകരം ഇവിടെ 5 by 2 ആയി. പിന്നെ ഇവിടെ അഡീഷണലി ലെങ്ത്തിന് പകരം നമ്മൾ ഇവിടെ ആംഗിൾ ആണ് എടുക്കുന്നത്. എന്ത്? tan theta by 2. So Q is equal to 8 by 15 CD into tan theta by 2 into root 2g into h raised to 5 by 2. So trying to solve a very basic easy problem related to triangular notch. So let us read the question. Find the discharge over a triangular notch of angle 60 degree when the head over the notch is 0.3 meter. Take CD is equal to 0.6. Okay, so given that theta is equal to 60 degree. Theta 60 degree ആണ് തന്നിട്ടുണ്ട്. Head over the notch h equal to 0.3 ആണ് തന്നിട്ടുണ്ട്. Coefficient of discharge is equal to 0.6 ആണ് തന്നിട്ടുണ്ട്. So we have discharge equation Q is equal to 8 by 15 CD into tan theta by 2 into root 2g h raised to 5 by 2. This is the equation for discharge through a triangular notch. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാത്തതായിട്ട് ഒന്നും വരുന്നില്ല, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 by 15 into 0.6 into tan 60 by 2. So tan 30 into root of 2 into 9.81 into what is h? 0.3 power h by 2. So the answer will be approximately equal to 0.04 meter cube per second. Direct substitution ഒരു problem ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So once again നമ്മൾ ഇന്നൊരു ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഫോർ എ ട്രയാങ്കുലർ നോച്ച് ആണ് കണ്ടത്. So for that purpose we have taken a triangular notch in which we have taken a small strip AB. അപ്പോൾ എ ബിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലെങ്ത് ഓഫ് ദി സ്ട്രിപ്പ് കണ്ടുപിടിച്ചു. അതിനു വേണ്ടി നമ്മൾ എ സി കണ്ടുപിടിച്ചു യൂസിങ് tan theta by 2. tan theta by 2 നിന്ന് എ സി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡബിൾ എ ബി is equal to 2AC എടുത്തിട്ട് ലെങ്ത് ഓഫ് ദി സ്ട്രിപ്പ് കണ്ടുപിടിച്ചു. Thereby we've got the area. Now once you got the area and theoretical velocity, we calculated the discharge of that small strip dq is equal to dA into V. From there we integrated from the limit 0 to h. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് ആകെ എന്ത് ചെയ്തു? വേരിയബിളായ സ്മോൾ എച്ച് വെച്ചിട്ടുള്ള ഇക്വേഷൻ മാത്രം ലിമിറ്റിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മളതിനെ integrate ചെയ്തു. Okay, so final equation is Q is equal to 8 by 15 CD into tan theta by 2 into root 2g h raised to 5 by 2. ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതിൽ സിമ്പിൾ പ്രോബ്ലം ട്രയാങ്കുലർ നോച്ചിൽ സാധാരണ വരാറുള്ളൂ. പിന്നെ വരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കോമ്പിനേഷൻസ്. സപ്പോസ് ഇനീഷ്യലി we have in a channel rectangular channel എന്ന് പറയും. അതിൽ നിന്ന് കിട്ടുന്ന ഡിസ്ചാർജ് ആണ് ഒരു ട്രയാങ്കുലർ നോച്ചിലേക്ക് പാസ് ചെയ്യുന്ന പറയും. അല്ലെങ്കിൽ തിരിച്ച് ഒരു ട്രയാങ്കുലർ നോച്ചിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആണ് റെക്ടാങ്കുലർ നോച്ചിലേക്ക് വരുന്നതെന്ന് പറയും. അപ്പോൾ ഒന്നിൻ്റെ ഹെഡ് തന്നിട്ട് മറ്റേതിൻ്റെ ഹെഡ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള കോമ്പിനേഷൻ പ്രോബ്ലം വരാറുണ്ട്. അത് വേണമെങ്കിൽ at the end of the all wires എല്ലാ വയറും പറഞ്ഞതിന് ശേഷം നമുക്ക് ആ കോമ്പിനേഷൻ പ്രോബ്ലം ചെയ്തു നോക്കാം.